ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമ്മുടെ കൂടെ നിന്ന് ടി വി എസിൻ്റെ ഒരു കുഞ്ഞ് സൂപ്പർ ബൈക്കാണെന്നുള്ളത്. യെസ്, ദി അപ്പാച്ചി RR 310. ഇവൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു പിടുത്തല്ല. അത്രക്കധികം ഫീച്ചേഴ്സാണ് ഇവർ ഇതിൽ കൊടുന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് തന്നെ പതുക്കെ തുടങ്ങാം. 312 cc ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും DOHC, റിവേഴ്സ് ഇൻക്ലൈൻഡ്. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ പൈപ്പ് സാധാരണ ബൈക്കിലേക്ക് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കൂടെ, അതായത് ഈ ഒരു സൈഡിൽ കൂടെയാണ് നമുക്ക് പോണതായിട്ട് കാണാൻ വേണ്ടി പറ്റുക. പക്ഷേ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ആ ഒരു ബെൻഡ് പൈപ്പ് പോയിരിക്കുന്നത്. മറ്റുള്ള വണ്ടികളിൽ നമുക്ക് ഹീറ്റ് അടിക്കുമ്പോൾ രണ്ട് കാലിലേക്കും വരാറുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ബെൻഡ് പൈപ്പ് പോയിരിക്കുന്നത്. അപ്പോഴന്നെ നമ്മുടെ കാലിലേക്ക് ഹീറ്റ് ഈ വണ്ടിക്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഹീറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾക്കത് ഫീൽ ചെയ്യില്ല. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ബെൻഡ് പൈപ്പ് പോയത് കൊണ്ട് തന്നെ ആ ഒരു ഹീറ്റ് ബാക്കിൽ കൂടെ തന്നെ നമുക്ക് തള്ളി പോകും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു വണ്ടിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എൻജിൻ തരുന്ന ഒരു പവർ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നം കണ്ടിരുന്ന 310 അല്ല. കാരണം ഇതിലെന്താണെന്നുണ്ടെങ്കിൽ ഒരു 4 bhp ഇതിൽ കൂട്ടിയിട്ടുണ്ട് അവർ. അത് തന്നെയാണ് ഒരു വലിയൊരു പ്രത്യേകത ഉള്ളൊരു കാര്യം. 38 bhp അറ്റ് 9800 RPM ഇതിൻ്റെ ഒരു bhp വരുന്നത്. അതുപോലെ തന്നെ 29 Nm ടോർക്ക് 7900 RPM ഇതിൻ്റെ ഒരു ടോർക്ക് വരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാന്നുള്ളതുള്ളൂ എന്താണ് പഴയ RR 310, എന്താണ് പുതിയ RR 310. മാക്സിമം പവറാണ് ഈ ഒരു വണ്ടിയിൽ ഇതിൻ്റെ എൻജിനീയേഴ്സ് കൊടുന്ന് വെച്ചിരിക്കുന്നത്. അതായത് 310 cc അവർ 38 bhp ആണ് അവർ ഈ ഒരു വണ്ടിയിൽ മാക്സിമം പവറായിട്ട് കൊടുന്നിരിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ 300 cc ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എൻജിൻ്റെ സൈഡ് പറഞ്ഞപ്പോൾ തന്നെ ഇതിലവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണിത്. എൻജിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഇതുപോലെ. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു എൻജിൻ കേസിന് എന്തെങ്കിലും കല്ലൊക്കെ തട്ടി ഡാമേജ് ആവും എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഈ ഒരു സെക്ഷൻ തന്നെ ഒരു പാർട്ട് നമ്പർ ഉണ്ട്. ഈ ഒരു സെക്ഷൻ മാത്രം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കമ്പനി തന്നെ പറയണത്. ചിലവർക്കൊരു ഡൗട്ട് തോന്നും, ഇത് വല്ല കല്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് പൊട്ടി കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുള്ളൊരു ഡൗട്ടൊക്കെ തോന്നും. അങ്ങനത്തെ യാതൊരുവിധ പേടിയും വേണ്ട. അതിനുള്ളൊരു സൊല്യൂഷനും കൂടിയും TVS ഇതിൽ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വിംഗ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TVS ഇതിന് കൊടുക്കാത്ത ഫീച്ചേഴ്സുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൊടുത്തു. ഇതിൻ്റെ യൂസ് എന്താണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു 100 or 130 സ്പീഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 kg നമുക്ക് ഡൗൺ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഒരു വിംഗ്ലെറ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയാനുണ്ടെങ്കിൽ. ദെൻ ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഒരു ഫീൽ എന്ന് പറയാനുണ്ടെങ്കിൽ എന്താ പറയുക, സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്വിക്ക് ഷിഫ്റ്റർ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ V4 യൂസ് ചെയ്തിട്ടുണ്ട്, 390 യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും കൂടി ഇഷ്ടമായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ V4 അതിനേലും എത്രയോ അടിപൊളിയായിട്ടുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ തന്നെയാണ് TVS അപ്പാച്ചി RR 310 ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ പോരാണ്ട് ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളും കൂടിയും TVS ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചർ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു BTO വേർഷനിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോർണറിങ് ABS വന്നിട്ടുണ്ട്. ഈ ഒരു വേർഷനിൽ കോർണറിങ് ABS ഇല്ല. ഇതിൻ്റെ BTO വേർഷനിലാണ് കോർണറിങ് ABS വരുന്നത്. അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും വരുന്നത്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ നമ്മുടെ മുന്നിലേക്ക് കാണുന്ന അപ്പാച്ചി RR 310. നമുക്കിതിൽ 4 റൈഡിംഗ് മോഡ്സാണ് ഇതിൽ വരുന്നത്. അർബൻ, റെയിൻ, സ്പോർട്സ്, ട്രാക്ക്.
അതിൽ അർബണിൽ കുറച്ച് പവർ കുറവായിരിക്കും. സ്പോർട്സ് ആൻഡ് ട്രാക്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യണത്. അതായത് 38 bhp നമുക്ക് മൊത്തമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ശരിക്കും ഒരു ബീസ്റ്റായി മാറും. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു വണ്ടീനെ പിടിച്ചു നിർത്താനായിട്ട് ഇതേ നമുക്ക് ഫ്രണ്ട് സൈഡിൽ 300mm ഒരു ഡിസ്ക്കാണ് വരുന്നത് ബൈബ്രെ. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 240mm ആണ് ബാക്ക് സൈഡിലത്തെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയാനുണ്ടെങ്കിൽ. നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആണ് ഇതിൽ വരുന്നത്. പ്ലസ് സ്ലിപ്പർ ക്ലച്ചും കൂടിയും ഈ ഒരു വണ്ടിയുടെ ഫീച്ചറിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് USD ഫോക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ മോണോഷോക്ക് സസ്പെൻഷനും കൂടിയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BTO എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയൻറ്റും കൂടിയുണ്ട്. അതിലാണ് നമുക്ക് ഈ പറഞ്ഞ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അതിലൊരു പ്രോ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടിയും വരുന്നുണ്ട്. അതായത് ആ ഒരു വേർഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 19,000 കൂടുതൽ വരും എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് ആവശ്യമുള്ളവർക്ക് മാത്രം ആ എമൗണ്ട് കൊടുത്തിട്ട് നമുക്കത് പിക്ക് ചെയ്യാം. ആൻഡ് ദ ഫാക്ട് ഈസ് ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഈ ഒരു വണ്ടികളുടെ ഫീച്ചേഴ്സിൻ്റെ കൂടെ ക്രൂസ് കൺട്രോൾ കൂടിയും വരുന്നുണ്ട്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടി ഓടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാറുണ്ട്. ദെൻ നമുക്കിത് ഇവിടെ നമ്മളുടെ കീ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊബൈലിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള പോലത്തെ ഒരു മീറ്റർ നമുക്കിവിടെ കാണാൻ പറ്റും. യെസ് TVS. ആ ടാക്കോമീറ്റർ പോയത് കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ടാക്കോമീറ്ററുകൾ. അപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ള വണ്ടികളിൽ കാണുന്ന പോലെയല്ല. ഇതിൻ്റെ ഒരു സ്വിച്ചസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ സ്വിച്ചസ് ആവട്ടെ, ഇതിൻ്റെ വണ്ടിയുടെ ബാക്കിയുള്ളത് ഈ കാണുന്ന ഈ ഒരു TVSൻ്റെ ഒരു എംബ്ലം ആവട്ടെ, മൊത്തത്തിൽ ഭയങ്കര പ്രീമിയം ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് തരുന്നത്. ഇൻക്ലൂഡിങ് ഈ പറഞ്ഞ സ്വിച്ചസിനടക്കം നമുക്ക് ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിൽ സ്വിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ കുറച്ച് ജോയ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഈ മീറ്ററിൽ ഈ വണ്ടിയുടെ RC ബുക്ക്, ലൈസൻസ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു അടിപൊളി ഫീച്ചറും കൂടിയാണ് TVS ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ പോകാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഞാൻ ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ENT എന്നുള്ള എൻ്റർ എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നു, മൈ വെഹിക്കിൾ എടുക്കുന്നു. ദെൻ ഡോക്യുമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ RC ബുക്ക്, ലൈസൻസ്, ആധാർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പെർഫോമൻസ് റെക്കോർഡ്, മൈലേജ് എത്രയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരുന്നത്, അതുപോലെ തന്നെ ലാസ്റ്റ് സ്പീഡ്, ലാപ്പ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ സർവീസിൻ്റെ ഭാഗം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. നെക്സ്റ്റ് സർവീസ് ഡ്യൂ ഡേറ്റ്, അതായത് നെക്സ്റ്റ് സർവീസ് എന്നാണ് ഈ വണ്ടിക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ അടക്കം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അവർ കൊടുന്നു വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് സർവീസ് എത്ര ദിവസം മുന്നാണ് ചെയ്തത്, എത്ര കിലോമീറ്റർ മുന്നാണെന്നുള്ളതിന് വരെ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് നമുക്ക് ഇതിൽ TVS കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സ്വിച്ചാണ് നമുക്ക് ക്രൂസ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഈ കാണുന്നത് ഹസാർഡിൻ്റെ സ്വിച്ചാണ്. പിന്നെ നമുക്കിവിടെ TVSൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കാണാം. അതേപോലെ തന്നെ ഒരു ഹോണും കാണാം. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറാണ് ഈ ഒരു വണ്ടിയിൽ ആഡ് ആയിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമാരക ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇത് ഈ വിംഗ്ലൈറ്റും കൂടി വന്നപ്പോൾ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് നമുക്ക് ഈ ഒരു വണ്ടി തരുന്നത്. ലൈറ്റിൻ്റെ വിസിബിലിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈഡല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനത്ര വെളിച്ചം തരുന്ന ഒരു ഗുഡ് എന്ന് തന്നെ പറയാം. നല്ല വിസിബിലിറ്റി തരുന്ന ഒരു ലൈറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുന്നത്, എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞൊരു കോമഡി ഉണ്ടായിരുന്നു. ഇതൊരുമാതിരി മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം എടുത്ത് മറച്ച് വെച്ച പോലെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു മിററിലേക്ക് കൊണ്ടുവരായിരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും ഈ ഒരു വണ്ടിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്കൊന്നും കൂടിയും ഇതൊരു ഭംഗിയായിട്ട് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ടെയിൽ സെക്ഷൻ, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഭയങ്കര ബ്യൂട്ടിയാണ് ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റ് കാണാനായിട്ട്. വല്ലാത്തൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി നമുക്ക് തരുന്നത്. അതായത് ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കട്ടെ, ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കട്ടെ, അതോ ഫ്രണ്ടിൽ നിന്ന് നോക്കട്ടെ, എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സൂപ്പർ ബൈക്ക്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് TVSൻ്റെ ഒരു കുഞ്ഞ് സൂപ്പർ ബൈക്ക് തന്നെയാണ്. അതായത് 310 cc 38 bhp ഹോഴ്സ് പവറാണ് ഈ ഒരു വണ്ടി അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കി നോക്കാം. യെസ്,
ഒരുപാട് സ്മൂത്ത് അല്ല, എന്നാൽ ഒരുപാട് വൈബ്രേഷൻസും ഇല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു എക്സോസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. എൻജിൻ്റെ ഭാഗത്തു നിന്നുള്ള നോയ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു നോയ്സ് എന്നൊന്നും പറയാനില്ല. എന്നാൽ വണ്ടിക്കൊരു ജീവനുള്ളത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എൻജിൻ പ്രവർത്തിക്കുന്നത്. അതായത് വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും പവറുള്ളൊരു വണ്ടിയാണ് ഓടിക്കണത് എന്നുള്ളൊരു ഫീല് തന്നെയാണ് വണ്ടി നമുക്ക് തരണത്. ഇത് ഒരു ട്രാക്ക് ബൈക്ക് കൂടിയാണ്, അപ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു റൈഡിങ് സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സീറ്റ് ഇതിൻ്റെ ബാക്കിൽ മാക്സിമം ഒരു പില്ലിയണ വെക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു 40 kg 50 kg മാക്സിമം അത്ര കേജ് ഉള്ളവർക്കൊക്കെ ഇതിൽ കൂളായിട്ട് ഇരിക്കാൻ പറ്റും. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും ഇതിലിരിക്കാനായിട്ട്. നമുക്കിത് ഇവിടെ പിടിച്ചിരിക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഗ്രാബ് റെയിലും വരുന്നുണ്ട്. ദെൻ 180 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 810 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്ക് കയറിയിരിക്കുമ്പോൾ ഇതിന് മുകളിൽ എനിക്ക് കയറിയിരിക്കുമ്പോൾ രണ്ട് കാലും എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്. ഈസി ആയിട്ട് തന്നെ എനിക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും. 174 kg ആണ് ഇതിൻ്റെ ഒരു കർബ് വെയിറ്റ് എന്ന് പറയുമ്പോൾ. സിറ്റിംഗ് പൊസിഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ V4ൻ്റെ അത്രയ്ക്ക് അഗ്രസീവായിട്ട് ഇരിക്കുന്നില്ല, എന്നാൽ RCയുടെ അത്രയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അഗ്രസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്രസീവ് തന്നെയാണ്. ഇൻക്ലൂഡ് നമുക്ക് ടൂറിങ്ങിനും കൂടിയും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സിറ്റിംഗ് പൊസിഷനും കൂടിയാണ്. ബാക്കി ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ മോഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ത്രോട്ട് കൊടുക്കാണ്ട് തന്നെ ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യണം. ഈ മുകളിലത്തെ ഈ ബട്ടൺ, ഈ ജോയ്സ്റ്റിക്കാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കിടക്കുന്നത് അർബൻ. ഇപ്പോൾ റെയിനിലേക്ക് ആകുമ്പോൾ ഒന്നുകൂടി ട്രാക്ഷൻ കൺട്രോൾ ഒന്നുകൂടി കൂടുതലായിരിക്കും. ദെൻ സ്പോർട്സ്, ട്രാക്ക്, ഇങ്ങനെയാണ് നമ്മുടെ മോഡുകൾ വരുന്നത്. ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ വീണ്ടും അർബനിലേക്ക് തന്നെ പോകാനായിട്ട് നമുക്ക് ആ മുകളിലത്തെ ബട്ടൺ തന്നെ പ്രസ് ചെയ്താൽ മതി. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ അർബണിൽ നമുക്ക് ഫുൾ ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ ആ ഒരു ശബ്ദം നമുക്കൊന്ന് കേട്ട് നോക്കി നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഒരു വലിച്ചിൽ പോലെ. മാക്സിമം നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ തരുന്നതായിട്ടാണ് ഈ അർബൺ എന്ന് പറയുന്നുള്ള ഈ ഒരു മോഡ് നമുക്ക് യൂസ് ആവണത്. അത് തന്നെ നമ്മൾ സ്പോർട്സിലേക്ക് മാറ്റുമ്പോൾ കറക്റ്റ് നമുക്ക് കട്ടൗട്ട് കിട്ടും. കേൾപ്പിച്ചു തരാം. യെസ്, അപ്പോൾ നമുക്ക് സ്പോർട്സിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനിതിൻ്റെ പവർ എന്താണെന്നുള്ള ഒരു ജസ്റ്റ് 2-3 ഗിയർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ, ലെറ്റ്സ് ഗോ. നമുക്ക് ഈ ഒരു 310cc 38 bhp എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സുകൾക്കുള്ളിലാണ് നമ്മളിവിടെ 100 ടച്ച് ചെയ്തത്. ഞാനിപ്പോൾ BS3 RC 390 ഓടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ V4 എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഓടിച്ച് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് കിടക്കുന്ന ഒരു കില്ലാടി തന്നെയാണ് നമ്മളുടെ ഈ ഒരു RR 310 എന്ന് പറയുന്ന ഈ ഒരു എൻജിൻ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിങ്ങിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. നല്ല അത്യാവശ്യം ഈ ഒരു വണ്ടിനെ അടക്കി പിടിച്ച് ഒതുക്കി നിർത്താനുള്ളൊരു ബ്രേക്കിംഗ് തന്നെയാണ് ഇതിൽ കൊടുന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്ക് ബൈറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ TVS കൊടുന്നിരിക്കുന്നത്. യെസ്, ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ TVS ഇതിനെ എല്ലാവർക്കും, അതായത് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് വരെ ഓടിച്ചു കൊണ്ട് നടക്കാമെന്നുള്ള രീതിയിൽ കൂടി ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് പറയാനുള്ള ടൈമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്തൊരു ഫീച്ചറിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഇതിൽ 6ാമത്തെ ഗിയറിൽ നമുക്കിവിടെ റോഡ് കഴിഞ്ഞു, തിരിച്ച് നമുക്ക് പോവാം. ഞാൻ ഈ ഒരു വശത്ത് ആദ്യമായിട്ടാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഭാഗത്ത് വന്ന് പെടാനുള്ളൊരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ
ഈ ഒരു വണ്ടി എനിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ വണ്ടി എനിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ 2025 അപ്പാച്ചി RR 310 കേരളത്തിലത്തെ ഏറ്റവും ആദ്യത്തെ വണ്ടിയാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യണത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഇങ്ങനൊരു വണ്ടി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. ദെൻ കം ബാക്ക് ടു ദ പോയിന്റ്. ഇപ്പോൾ നമ്മളുടെ മോഡ് കിടക്കുന്നത് അർബണിലാണ്. ഞാനിത് ഇവിടെ ആക്സിലറേഷൻ മൊത്തം വിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ക്ലച്ചും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫീച്ചറിൻ്റെ പേരാണ് GTT എന്ന് പറയും. നമ്മൾക്ക് ആവശ്യത്തിന് മാത്രം പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ഭയങ്കര റിലാക്സ് ആക്കിയിട്ടാണ് ഈ ഒരു വണ്ടി നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ ഇത് ആക്സിലറേഷൻ പിടിച്ചിട്ടില്ല. ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാലാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന നോർമൽ വണ്ടികളൊക്കെ നമുക്ക് പോകാറ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ ഉണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു ഓപ്ഷനും കൂടി നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ തന്നെ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കണമെന്നില്ല, വണ്ടിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പവർ ഈ ഒരു വണ്ടി കൊടുത്ത് മൂവ് ഓൺ ചെയ്യണതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ക്രൂസ് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയിടാന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു 50 സ്പീഡിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് ക്രൂസ് കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഓക്കെ, ഈ ഒരു സ്വിച്ചിനെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട സ്പീഡ് കൂട്ടി കൊണ്ടുവരാനും പറ്റും, അതേപോലെ തന്നെ കുറച്ച് കൊണ്ടുവരാനും പറ്റും. ഈ ഒരു ക്രൂസ് കൺട്രോൾ ജസ്റ്റ് നമുക്ക് തൽക്കാലത്തിന് ഒരു പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആക്സിലറേറ്റർ ഒന്ന് ഇങ്ങനെ വിട്ടുകൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ചാലും മതി. ഇത്രയും ഫീച്ചേഴ്സൊക്കെ വരുമ്പോൾ തന്നെ നമ്മളുടെ കൈയിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് തന്നെ കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് 2500 RPM ശേഷം തന്നെ ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 4000 RPM. വാവ്, ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണ്. നമ്മൾ ഈ പഴത്തിലൊക്കെ ചവിട്ടി തെന്നി വീഴില്ലേ, അതേപോലെ അത്രക്ക് സ്മൂത്താണ് ഇതിൽ. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗിയർ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡൗൺ ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളൊക്കെ കലക്കി കുടിച്ച് ഈ ഒരു വണ്ടി ശരിക്കും ഓടിക്കാനുള്ള ഒരു സുഖം നമുക്ക് കിട്ടുക, അത് ഓഫ് കോഴ്സ് നമ്മുടെ ഹൈവേയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സുഖം കിട്ടുക. കാരണം ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് ഹൈവേയിൽ ഈ ഒരു വണ്ടി കയറ്റി കഴിഞ്ഞാൽ മറ്റേ തട്ടത്തിമറയത്ത് ഫിലിമിൽ പറയണ പോലെ എൻ്റെ സാറേ വേറെ മൂഡ് തന്നെ കേട്ടോ ഈ ഒരു വണ്ടി ഹൈവേയിൽ എടുത്ത് ഓടിക്കാനായിട്ട്. കാരണം ഭയങ്കര എഫേർട്ട്ലെസ് ആണ്, ഭയങ്കര എഫേർട്ട് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റുന്നത്. ദെൻ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വണ്ടി. യെസ്, ദി അപ്പാച്ചി RR 310. ഈ ഒരു വണ്ടി ആർക്കൊക്കെ സ്യൂട്ട് ആവും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു വണ്ടി എടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 3,80,000 rupees ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഈ ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 80,000 കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. കണ്ടു കിട്ടിയല്ലോ അവര്. എവിടുക്കാ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്റർ മൈലേജ് ഒക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടും. വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദിസ് ഈസ് ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കാണ്. 310 cc മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ഫുഡ് പെഗിൽ അതുപോലെ തന്നെ ടാങ്കിലൊക്കെ ചെറുതായിട്ട് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. എന്നിരുന്നാലും TVS ഇതിന് വൈബ്രേഷൻസ് അധികം വരാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് അവരിത് പണിത് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു വണ്ടി അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു ഡൗട്ട് എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞ് തീർത്തോന്നാണ് എനിക്കറിയാത്തത്. എന്തെങ്കിലും ഫീച്ചേഴ്സ് ഞാൻ പറയാത്തതായിട്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ ഈ ഒരു TVS അപ്പാച്ചി RR 310 ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വേറൊരു ബൈക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.